ഡോക്ടർ എൻ പ്രശാന്ത് IAS ഫയൽ സമർപ്പിക്കരുത് എന്ന കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്. ഇത് സംബന്ധിച്ച കുറിപ്പിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഈ വർഷം മാർച്ചിലാണ് ഡോക്ടർ എ ജയതിലക് ഈ കുറിപ്പ് ഇറക്കിയത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കുറിപ്പ് കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഷഫീദ്? ഉന്മേഷ, അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ ഓഫീസറായിരുന്ന എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നത്. എന്നാൽ ആ പോരിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് നീക്കത്തിലേക്കൊക്കെ കടന്നതിന് പിന്നിൽ ചില കാര്യങ്ങൾ ഇടയാക്കി എന്നുള്ള കാര്യം നേരത്തെ തന്നെ എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ കുറിച്ചതാണ്. മാത്രവുമല്ല, അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന, അതായത് ഫയൽ നീക്കത്തിലടക്കം തന്നെ തടസ്സപ്പെടുത്തി, തന്നെ വിലക്കി, അത് അസാധാരണ സംഭവമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചില രേഖകൾ അതാണിപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉന്നതിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന എൻ പ്രശാന്തിന് ഫയലിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ വിലക്കേർപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് അതാണിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തനിക്ക് നേരിട്ട് ഫയൽ സമർപ്പിച്ചാൽ മതിയെന്നും പ്രശാന്തിന് കൈമാറേണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് കുറിപ്പിലൂടെ എ ജയതിലക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2024 മാർച്ച് 7 നൽകിയ കുറിപ്പാണിപ്പോൾ. കുറിപ്പ് മന്ത്രി അറിയാതെയാണെന്നും വിവരമുണ്ട്. സ്വാഭാവികമായും വകുപ്പ് മന്ത്രി അംഗീകരിച്ച ഫയൽ റൂട്ടിങ്ങിന് വിരുദ്ധമായിട്ടാണ് കുറിപ്പെന്നും ചില ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇടപെടൽ അക്കാര്യത്തിൽ എ ജയതിലകിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിനുശേഷം ഈ കുറിപ്പ് നൽകിയതിന് പിന്നാലെ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ നിർണായകമായ, അതായത് എവിടെയാണോ തന്നെ ജോലി ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നത് അവിടെ തനിക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് കൃഷി വകുപ്പിലേക്ക് മാറ്റിയത്. ഏതായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് ചില ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത് നിന്ന്.